ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രൊഫസർ VK രാമചന്ദ്രൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, എൻ്റെ കർത്തവ്യമെന്ന് പറയുന്നത് ഇവിടെ നടന്ന വിഷയാവതരണങ്ങളിൽ ഇംഗ്ലീഷിൽ അവതരിപ്പിച്ച വിഷയാവതരണങ്ങളുടെ സംക്ഷിപ്ത രൂപം മലയാളത്തിൽ അവതരിപ്പിക്കാമെന്നുള്ളതാണ്. സംഘാടകർ എന്നെ സമീപിച്ചപ്പോൾ, ഇങ്ങനൊരു പരിഭാഷ നടത്താൻ സമീപിച്ചപ്പോൾ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് സംസാരിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്ന സംഘടിപ്പിക്കുന്ന ചടങ്ങുകളും ഇൻക്ലൂസീവായിരിക്കണം. ആ ഒരു രീതിയിൽ കണ്ടതുകൊണ്ട് ഞാൻ യെസ് പറഞ്ഞു. ആദ്യം ഈ സംസാരിച്ചത് ബഹുമാനപ്പെട്ട അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണമായും പിന്നീടുള്ള കേരളത്തിൻ്റെ പുരോഗതിക്ക് അടിത്തറ പാകി, അത് ഒന്നാണത്. പിന്നെ അങ്ങനെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പം നിലവിലുള്ള കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിലുള്ള മാറ്റങ്ങളാണ്. ഇത് പലപ്പോഴും ഇപ്പം സംസ്ഥാനങ്ങളെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് 80% കേന്ദ്ര ഗവൺമെൻറ് സഹായവും പോകുന്നതും ധനകാര്യ കമ്മീഷൻ വഴിയല്ല. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിഷണറി പോളിസി വഴിയാണ്. അത് പലപ്പോഴും കേരളം പോലുള്ള സ്റ്റേറ്റുകളെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത കാലത്ത് കേരളം ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. വെള്ളപ്പൊക്കം, നീപ്പ, ഓക്കി, കോവിഡ്, ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായിട്ട് പോലും പല മേഖലകളിലും കേരളം വളരെ നല്ല നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൂടുതൽ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്തായിട്ട് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുകിട ഒരു വർഷത്തിൽ തന്നെ ഏകദേശം 1 ലക്ഷത്തോളം ചെറുകിട വ്യവസായങ്ങൾ നമുക്ക് തുടങ്ങാൻ സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്തതായി സംസാരിച്ചത് ശ്രീ പുനീത് കുമാർ IAS ആണ്. അദ്ദേഹം 6 ദശകത്തെ കേരളത്തിലെ സാമ്പത്തിക പുരോഗതി വിലയിരുത്തി അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് സാമൂഹിക ക്ഷേമത്തിൽ ഊന്നിയിട്ടുള്ള സാമ്പത്തിക വളർച്ചയാണ് കേരളം പിന്തുടരുന്നത്. മാനവ വികസന സൂചികയിൽ വളരെ ഉയർന്ന സ്ഥാനം കേരളം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ മേഖലകളിലും സ്ത്രീ പുരുഷ അസമത്വം കേരളത്തിൽ വളരെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ നേട്ടങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഇന്ന് കേരളം സ്വീകരിച്ചിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയിൽ ഊന്നിയ ഒരു സാമ്പത്തിക വളർച്ച രീതിയാണ്. അതിൽ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ കേരളം ഇനി നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട 2 വെല്ലുവിളികൾ അദ്ദേഹം എടുത്തു പറഞ്ഞത്, വയോജന പരിപാലനം, കേരളത്തിലെ പരിസ്ഥിതിയെ പരിപാലിക്കുന്നതാണ്. ഇതിൽ കേരളം കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അടുത്തതായി സംസാരിച്ചത് ശ്രീ പ്രകാശ് കാരാട്ടാണ്. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ ഇന്നത്തെ പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് കാണാവുന്നത് ഭൂപരിഷ്കരണം വഴി കൊണ്ടുവന്ന കാർഷിക വ്യവസ്ഥയിലുള്ള മാറ്റവും ആദ്യകാലത്തുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളുമാണ്. ഈ 2 കാര്യങ്ങളും കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥ ഒരു വളരെ പുരോഗതി ഉണ്ടാക്കാവുന്ന രൂപത്തിലേക്ക് മാറി. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ജനമുന്നേറ്റമാണ്. ജനങ്ങളുടെ പബ്ലിക് ആക്ഷൻ, ജനമുന്നേറ്റം ഈ 2 കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ,
കേരള നവ ഉദാരവൽക്കരണത്തിന്റെ പാതയിൽ നിന്നും മാറിയാണ് ഇപ്പോൾ കേരളം സഞ്ചരിക്കുന്നത്. അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. അതിൻ്റെ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസത്തിലുണ്ടായ പുരോഗതിയും അതിൻ്റെ ആളുകളിലുള്ള സ്വീകാര്യതയുമാണ്. കേരളം ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നു. കേരള മാതൃക എന്നത് ഇന്ന് ഇന്ത്യയിൽ തന്നെ അനുകരിക്കപ്പെടേണ്ട ഒരു മാതൃക ആണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് വളരെ കേരള മാതൃക വളരെ അനുകരിക്കപ്പെടേണ്ട ഒരു മാതൃക തന്നെയാണെന്നാണ് പറയുന്നത്. അടുത്തായിട്ട് സംസാരിച്ചത് ശ്രീ ഡോക്ടർ രംഗരാജനാണ്. അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നാണ് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക സമത്വവും ഒരുമിച്ച് പോകേണ്ടതാണ്. ഇത് രണ്ടായിട്ടല്ല. എന്നാൽ സാമ്പത്തിക വളർച്ച എല്ലായ്പ്പോഴും ജീവിത നിലവാരം കൂട്ടില്ല. ഇവിടെയാണ് സർക്കാരുകളുടെ സാമ്പത്തിക സാമൂഹ്യ നയങ്ങളുടെ പ്രസക്തി പ്രത്യേകിച്ചും കേരളത്തിന്റെ കേസിൽ കേരളത്തിന്റെ അതാത് സർക്കാരുകൾ കൊണ്ടുവന്ന സാമ്പത്തിക സാമൂഹിക നയങ്ങൾ ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഈ സാമ്പത്തിക പുരോഗതിയും സാമൂഹ്യ പുരോഗതിയും പരസ്പര പൂരകങ്ങളാണ്. സാമ്പത്തിക പുരോഗതി വേണമെങ്കിൽ സാമൂഹ്യ പുരോഗതിയും വേണം. സാമൂഹ്യ പുരോഗതി ഉണ്ടെങ്കിലേ സാമ്പത്തിക പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തിന്റെ അവസാനം അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടതും കേരളം ഇനി സാമൂഹ്യ മേഖലകളായ വിദ്യാഭ്യാസം, ശുചിത്വം, ആരോഗ്യം എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്തണം. അടുത്തതായി സംസാരിച്ചത് പ്രൊഫസർ പ്രഭാത് പട്നായിക്കാണ്. അദ്ദേഹം പറയുന്നത് ഒരു ഉദാരവൽക്കരണത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മുരടിപ്പിൽ നിന്നും ഈ മോഡലിന് ഒരിക്കലും ലോകത്തെ കരകയറ്റാൻ പറ്റില്ല. ഈ ഉദാരവൽക്കരണം കാരണം പലതര വികസ്വര രാജ്യങ്ങളിലെ സർക്കാരുകൾ പലതരത്തിലുള്ള പ്രതികൂലമായ പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും സാമൂഹിക ആരോഗ്യ മേഖലകളിൽ നിക്ഷേപം നടത്തുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അതാണ് ഒന്ന്. രണ്ടാമത്തെ ഈ ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ട് ആളുകളിൽ നിന്നുള്ള ഡിമാൻഡ് കുറയുന്നു. അത് കാരണം തൊഴിലും കുറഞ്ഞിട്ടുണ്ട്. ഈ സന്ദർഭത്തിലാണ് നമ്മൾ കേരള മോഡലിനെ കാണേണ്ടത്. കേരള മോഡൽ സാമൂഹിക ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. അത് ഇനിയും തുടരണമെന്നാണ് അദ്ദേഹത്തിന്റെ സജഷൻ. അതിന് കൂടെ അദ്ദേഹം രണ്ട് നിർദ്ദേശങ്ങളും കൂടി പറയുന്നുണ്ട്. ഒന്ന്, കേരളം കൂടുതൽ ഭക്ഷ്യോൽപാദന മേഖലകളിൽ മുൻഗണന കൊടുക്കണം. രണ്ടാമത്തേത്, കേരളത്തിലെ വ്യവസായവൽക്കരണത്തിനു വേണ്ടി ചൈനീസ് മാതൃകയിലുള്ള വില്ലേജ് ഇൻഡസ്ട്രി രീതി പരിഗണിക്കാവുന്നതാണ്. അടുത്തതായി സംസാരിച്ചത് പ്രൊഫസർ വീരമണി ആണ്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കേരളത്തിലെ വളർച്ചയെ രണ്ട് ഘട്ടങ്ങളായി തിരിച്ചു. 1956 മുതൽക്ക് 1987-88 വരെ, പിന്നീട് 87-88 മുതൽക്കുള്ള രണ്ട് കാലഘട്ടം. കേരളത്തിലെ വളർച്ചയിലെ സാമ്പത്തിക നിലയും സാമൂഹിക മേഖലയും പരസ്പര പൂരകങ്ങളാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ഇത് പരസ്പര പൂരകങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ രണ്ട് മേഖലകളും പരസ്പരം ഗ്രോത്ത് എൻകറേജ് ചെയ്യുന്നു. ഈ സമയത്ത് ഇതിൽ തന്നെ ഈ കേരളത്തിലുണ്ടായ ഭൂപരിഷ്കരണത്തിൻ്റെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമ്പന്ന രാജ്യങ്ങളുമായി കേരളത്തിൻ്റെ നേട്ടങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ കേരളം വളരെ വേഗത്തിൽ നിൽക്കുന്നതായി കാണാം. വളരെ കുറഞ്ഞ പ്രതിശീർഷ വരുമാനത്തിൽ കേരളം വളരെ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
അടുത്തതായി സംസാരിച്ചത് പ്രൊഫസർ വെങ്കടേഷ് ആത്രയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ, പ്രത്യേകിച്ചും കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ സംസ്ഥാനങ്ങളെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് ഒരു കേരളത്തിനെ പോലുള്ള സംസ്ഥാനങ്ങളെ വളരെ ബാധിക്കും. കേരളത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഉള്ള ഒരു കാരണവും ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലുള്ള ഈ മാറ്റമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് രണ്ടാമത്തെ കാര്യം പറയുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച അദ്ദേഹം ഇനിയും ഉയർത്തണമെന്ന് പറയുന്നു. ഈ സാമ്പത്തിക വളർച്ച ഉയർത്തുന്നത് ഈ സാമ്പത്തിക സമത്വവും സാമൂഹിക സമത്വവും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു സാമ്പത്തിക വളർച്ചയാണ് വേണ്ടത്. പിന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, കേരളത്തിലെ ഭൂപരിഷ്കരണം അത് കൊണ്ടുവന്ന സാമൂഹ്യ മാറ്റത്തെ കൂടി ഉൾക്കൊണ്ട് വിലയിരുത്തണം. അത് എത്ര ആളുകൾക്ക് മിച്ചഭൂമി കിട്ടി, എത്ര ആളുകൾക്ക് എന്താ പറയുക മിച്ചഭൂമി കിട്ടി, അല്ല എത്ര മിച്ചഭൂമി റിക്കവർ കിട്ടി എന്നുള്ള ഒരു അടിസ്ഥാനം മാത്രമാക്കരുത്. ആ ഭൂപരിഷ്കരണം ഒരുപാട് സാമൂഹ്യ മാറ്റങ്ങളും കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാമൂഹ്യ മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം ഭൂപരിഷ്കരണത്തെ വിലയിരുത്തേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രൊഫസർ ശ്രീ എസ് രാമചന്ദ്രൻ പിള്ള മലയാളത്തിലായിരുന്നു സംസാരിച്ചത്, അതുകൊണ്ട് ഇത് ഞാൻ ചുരുക്കിയിട്ടില്ല. താങ്ക് യു.